വേണമെങ്കിൽ ഒരിക്കൽ കൂടി ഞാനത് ആവർത്തിക്കാം. പക്ഷെ അതിന്റെ ആവശ്യമില്ല, കാരണം എല്ലാ ചർച്ചകളിലും ആവർത്തിക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങൾ ഓരോ പോയിന്റായിട്ട്. പറയൂ ശ്രീ ശ്രീനിവാസകൃഷ്ണൻ. ഇതൊക്കെ ഞാൻ പറയട്ടെ, ഈ ആർട്ടിക്കിൾ 370 കുറിച്ചിട്ടൊന്നും അല്ല ഇത് പറഞ്ഞത്. കോൺഗ്രസ് എടുത്തിരിക്കുന്ന നിലപാട് എന്താ വെച്ചാൽ ജമ്മു കാശ്മീരിലെ ജനങ്ങളെ അടിച്ചമർത്തി എന്താ പറയുക മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുള്ള ഒരു തന്ത്രം, ഇതൊന്നും അതിൽ അവരെ രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ആദ്യം എനിക്ക് 2 മിനിറ്റ് തരണം സുരേഷ്, കാരണം എല്ലാവർക്കും സമയം വേണ്ടത്. ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല, നമ്മുടെ വിഷയത്തിലേക്ക് ആരും വരുന്നില്ല. ഞാൻ എന്തിനാണ് എനിക്കറിയില്ല, നിങ്ങൾ തമ്മിൽ ചർച്ച ചെയ്താൽ മതിയായിരുന്നു. അല്ല സുരേഷ് അല്ല നികേഷ് പറഞ്ഞ കാര്യങ്ങളിലോട് തന്നെ വരാം. നമ്മുടെ കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ കണ്ടുവോ ആർട്ടിക്കിൾ 370 തിരിച്ചു കൊണ്ടിരുന്നു എന്നുള്ളത്? സുരേഷ് കണ്ടിട്ടുണ്ടോ? ഇല്ലെന്ന് മാത്രമല്ല, അവിടെ ഗുപ്കർ ഡിക്ലറേഷനിൽ കോൺഗ്രസ് ഇല്ല. അവിടെയുള്ളത് PDP ഉണ്ട്, CPM തരിഗാമിയാണ് അതിന്റെ കൺവീനർ. എന്തെങ്കിലുമൊക്കെ പറയാന്നല്ല അർത്ഥമില്ല. അതേപോലെ സുരേഷ് അതിന് തെളിവ് തരാമെന്നാണ് സുരേഷ് പറയുന്നത്. സുരേഷ് തെളിവ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ മാനിഫെസ്റ്റോ അല്ലേ? കോൺഗ്രസ് ഹിന്ദു പത്രം അല്ല, അദ്ദേഹം പറഞ്ഞത് കഴിയട്ടെ, അതിനുശേഷം അദ്ദേഹം പറഞ്ഞു ആ വിഷയത്തിൽ അദ്ദേഹം ആ വിഷയത്തിൽ പറഞ്ഞു. സുരേഷ് പറഞ്ഞോളൂ. ഹിന്ദു പത്രത്തിന്റെ വാർത്തയാണ്. ഡിബേറ്റ്സ് ഓൺ ആർട്ടിക്കിൾ 370 is over with SC rulings. Demands restoration of statute. Immediate polls. സ്റ്റേറ്റ്യൂട്ട് 370 തിരിച്ചുകൊണ്ടല്ല സുരേഷ്. സ്റ്റേറ്റ്യൂട്ട് കോൺഗ്രസ് എല്ലാ കാലഘട്ടത്തിലും ആവശ്യപ്പെടുന്നതാണ്. എന്തെങ്കിലുമൊക്കെ പറയാം നികേഷ്. Congress says debate on Article 370 and demands restoration of statute, immediate polls. കോൺഗ്രസിന്റെ നയം എന്ന് പറയുന്നത് 370 അല്ല, സ്റ്റേറ്റ്യൂട്ട് ആണ് എന്നുള്ളതാണ്. അതാണ് ഗുപ്കർ ഡിക്ലറേഷനിൽ കോൺഗ്രസ് പാർട്ടിയെ ചേർക്കാതിരുന്നത്, കോൺഗ്രസ് പാർട്ടി ചേരാതിരുന്നത്. ഇപ്പൊ നമ്മൾ വേണമെങ്കിൽ ഒരു വിമർശനമായി ഉന്നയിക്കാം. കോൺഗ്രസ് 370 കൊണ്ടുവന്നു, അതിന്റെ പൂർണ്ണത കൈവരിക്കാതെ നരേന്ദ്രമോദി അത് വെട്ടിമാറ്റിയപ്പോൾ കോൺഗ്രസ് എന്തുകൊണ്ട് 370 നിൽക്കുന്നില്ല എന്നുള്ള വിമർശനമാണ് കോൺഗ്രസിനെതിരെ ഉന്നയിക്കേണ്ടത്. പക്ഷെ താങ്കൾ കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി 370 തിരികെ കൊണ്ടുവരും എന്ന് പറഞ്ഞ കോൺഗ്രസിന് എതിരെ ഇമാതിരി വർത്തമാനങ്ങൾ, വർഗീയ ചുവയുള്ള വാക്കുകൾ പ്രധാനമന്ത്രിക്ക് പറയേണ്ടതല്ലേ എന്ന് അദ്ദേഹത്തെ ന്യായീകരിച്ച് പറയാണ് സുരേഷ്. അല്ല, നെഹ്റു വിഡ്ഢിത്തം കാണിച്ചോ? കോൺഗ്രസിന്റെ പ്രതിനിധി പറയട്ടെ. Debate with MV Nikesh Kumar.